ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആലപ്പുഴ കായലിലൂടെയുള്ള ഒരു വ്യത്യസ്തമായ ബോട്ട് യാത്രയാണ്. സാധാരണ നമ്മൾ പോകാറുള്ളത് ഹൗസ് ബോട്ടിലാണല്ലോ. ഇത് ശിങ്കാരി വെള്ളമാണ്. ഈ വ്യത്യസ്തമായ ഒരു ബോട്ട് യാത്ര ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ദുബായിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ശരത്താണ്. ശരത്തിൻ്റെ വീട് കാവാലാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ശരത്തിൻ്റെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എന്നിട്ടാണ് ഈ ബോട്ട് യാത്ര ആരംഭിക്കുന്നത്. ശരത്തിൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 10-20 മീറ്റർ മാറിയിട്ടുള്ള മൂലശ്ശേരി എന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ബോട്ട് യാത്ര ആരംഭിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫേമസ് ആയ സ്ഥലമാണ്. ഫഹദ് ഫാസിലിൻ്റെ ആമേൻ, കരുമാടിക്കുട്ടൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടികളും, പിന്നെ കുറേ തമിഴ് സിനിമകളൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഒരു അടിപൊളി ലൊക്കേഷനാണ്. ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിരിക്കും, ഇരിക്കാനും കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും. ബാത്റൂമും ഫുഡൊന്നും ഉണ്ടാവില്ല, എന്നാലും അടിപൊളിയായിരുന്നു. ലഞ്ച് കഴിച്ച് ഞങ്ങൾ രാജപുരം കായൽ ഷാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ലഞ്ചായിരുന്നു, അടിപൊളി. ഫിഷിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഫിഷ് മാത്രമല്ല, നമുക്ക് വേണ്ട എല്ലാതും അവിടെ ഉണ്ട്. അടിപൊളി ലഞ്ചായിരുന്നു. ലഞ്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് കൈനക്കരി ഹൗസ് ബോട്ട് ടെർമിനലിലോട്ടാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ കാണും. ഈ 13 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കായലിലൂടെയുള്ള യാത്രയാണ്. ആ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി യാത്രയാണ്, ഒരു പ്രത്യേക എക്സ്പീരിയൻസിന്. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പോകുന്ന ഈ വഴികളെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ ശരത്ത് പറയുന്നത് കേൾക്കും. ആദ്യം അവനൊരു താങ്ക്സ് പറയട്ടെ, അവനും അവൻ്റെ ഫാമിലിക്കും ഞങ്ങൾക്കൊരു നല്ലൊരു യാത്ര സമ്മാനിച്ചതിൽ. രാജപുരം ഷാപ്പെന്ന് പറയാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ അത് രാജപുരം കായലാണ്. അത് രാജപുരം കായലിൻ്റെ തീരത്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് രാജപുരം ഷാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരോ ഭാഗം ഓരോ നമ്മുടെ ബോട്ട് പോകുന്ന 2 സൈഡുകളിലും കായലുകളാണ്. കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കായലിനെ കട്ട വെച്ച് തിരിച്ച് അതിനകത്തെ വെള്ളം വറ്റിച്ചിട്ട് അവിടെ കൃഷി ചെയ്യുന്നതിനെയാണ് അതിൻ്റെ ഒരു കൃഷി ചെയ്യുന്നതിന് ഓരോരോ ഘട്ടങ്ങളെയാണ് കായലുകളാക്കി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. രാജപുരം, 6000, C ബ്ലോക്ക്, R ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കൂടാണ് നമ്മൾ വള്ളത്തിൽ പോകുന്നത്. അതാണ് ഈ ഓരോരോ 2 സൈഡുകളിലും കാണുന്ന കായലുകൾ. അപ്പം ആ കായലുകൾ വഴിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോയത് 6000, രാജപുരം, 24000, C ബ്ലോക്ക്, അങ്ങനെ ഓരോരോ കായലുകളാണ് നമ്മുടെ 2 സൈഡുകളിലും കാണുന്നത്. അങ്ങനെ നമ്മൾ ചെന്ന് കയറി പിന്നെ ആണ് നമ്മൾ ഈ കൈനകരിയിലുള്ള ഹൗസ് ബോട്ട് ടെർമിനലിൽ എത്തുന്നത്. ഇങ്ങനെ ഈ പമ്പയാറിൻ്റെ തീരത്തോട് നമ്മൾ ചെന്ന് കയറുന്ന ഒരു വലിയ കായലിലേക്ക്, അതായത് വട്ടക്കായൽ എന്ന് പറയും. വട്ടക്കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വട്ടത്തിലായിരിക്കും ഇരിക്കുന്നത്. അതായത് വലിയൊരു ജലാശയം. അത് നമുക്ക് അതിനെ വട്ടക്കായൽ, അത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗത്തൂടാണ് നമ്മൾ ഈ കൈനകരിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് പിന്നെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ.